നമസ്കാരം. മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം. വോട്ടെണ്ണിയാൽ കടപൂട്ടുന്ന ചെറു പാർട്ടികൾ. ഒരാളെങ്കിലും ജയിച്ചില്ല എങ്കിൽ പാർട്ടിയുടെ അംഗീകാരം നഷ്ടപ്പെടും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് കഴിഞ്ഞതിനാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും മെയ് 4-ാം തീയതിയുടെ വരവും കാത്ത് ഇരിക്കുകയാണ്. ഫലം ഏതു തരത്തിലായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു പ്രവചനക്കാരും കൃത്യമായ കണക്കുകൾ പുറത്തുവിടുന്നില്ല എന്നതാണ് തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ ചിത്രം. എങ്ങനെ വന്നാലും കേരളത്തിലെ പ്രധാന ചേരികളായ ഇടത് വലത് മുന്നണികളുടെ തോളിൽ ഇരുന്നു കൊണ്ട് വലിയ പാർട്ടികളായി വിലസുന്ന ചില കുട്ടി പാർട്ടികൾക്ക് കട പൂട്ടേണ്ടി വരും എന്നത് ഉറപ്പാണ്. രണ്ട് മുന്നണിയിലും ഈർക്കിൽ പാർട്ടികൾ എന്ന് പറയാവുന്ന ഒരു നേതാവ് മാത്രമുള്ള കുറെ പാർട്ടികളുണ്ട്. ഒരു സീറ്റിൽ മാത്രം മത്സരിക്കുന്ന പാർട്ടികളും രണ്ട് മുന്നണിയിലുമുണ്ട്. ഇത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥി മാത്രം മത്സരിക്കുന്ന പാർട്ടി തോൽക്കുന്ന സ്ഥിതി വന്നാൽ ആ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം നഷ്ടപ്പെടുക തന്നെ ചെയ്യും. ജയിച്ചു വന്നാൽ സ്വന്തം മുന്നണി ഭരണത്തിൽ വരികയും ചെയ്താൽ ഈ ഒറ്റയാൻ പാർട്ടിക്കാരന്റെ മന്ത്രിസ്ഥാനവും പലപ്പോഴും ഉറപ്പാണ്. ഇതെല്ലാം തകർന്നടിയുന്ന സ്ഥിതി ഏതായാലും ഉണ്ടാകും എന്നതാണ് ഉറപ്പ്. നിലവിൽ ഭരണത്തിലിരിക്കുന്ന ഇടതു മുന്നണിയിൽ 1-2 അംഗങ്ങൾ മാത്രമുള്ള പല പാർട്ടികളുമുണ്ട്. ജനതാദൾ എസും NCPയും ജനാധിപത്യ കേരള കോൺഗ്രസും ഗണേഷ് കുമാറിന്റെ കേരള കോൺഗ്രസും മന്ത്രി കടന്നപ്പള്ളിയുടെ കോൺഗ്രസ് എസും RSP ലെനിനിസ്റ്റ് പാർട്ടിയും INL പാർട്ടിയും ഈ തരത്തിൽ മുന്നോട്ട് പോകും. മറുവശത്ത് UDFിലുമുണ്ട് ഇതുപോലെ സ്ഥാനമാനങ്ങൾ മോഹിച്ചു നിൽക്കുന്ന ഒറ്റയാൻ പാർട്ടികൾ. CP ജോണിന്റെ CMP, അനൂപ് ജേക്കബിന്റെ കേരള കോൺഗ്രസ്, KK രമയുടെ RMP, ഷിബു ബേബി ജോണിന്റെ RSP തുടങ്ങിയവയും ഈ പട്ടികയിൽപ്പെടുന്ന ചെറു പാർട്ടികളാണ്. ഇത്തരത്തിലുള്ള എല്ലാ പാർട്ടികൾക്കും നിലനിൽപ്പിന്റെ പ്രതിസന്ധി ഉള്ളതായിരിക്കും ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ഫലം. പാർട്ടി നേതാവ് ഒരു സീറ്റിൽ മാത്രം മത്സരിക്കുന്ന പാർട്ടി ആ സീറ്റിൽ തോൽക്കുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം നഷ്ടപ്പെടുക തന്നെ ചെയ്യും. ഇടതു മുന്നണിയിൽ വലിയ പാർട്ടി എന്ന അവകാശത്തോടെ നിൽക്കുന്ന ജനതാദൾ എസ് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടാൽ രണ്ട് പ്രധാന നേതാക്കൾ പെരുവഴിയിലാണ്. നിലവിൽ മന്ത്രിയായ K കൃഷ്ണൻകുട്ടിയും പാർട്ടി പ്രസിഡന്റായ മാത്യു ടി തോമസും ഇവരുടെ ഭാവി തന്നെ അപകടത്തിലാകുന്ന സ്ഥിതിയെ നേരിടേണ്ടി വരും. ഇടതുമുന്നണി നൽകിയ 4 സീറ്റുകളിലാണ് ജനതാദൾ മത്സരിക്കുന്നത്. എറണാകുളം, തിരുവല്ല, കോവളം, ചിറ്റൂർ എന്നീ മണ്ഡലങ്ങളിലാണ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിച്ചത്. ഇതിൽ ആരും തന്നെ ജയിച്ചു വരും എന്ന കാര്യത്തിൽ ഉറപ്പില്ലാത്ത സ്ഥിതിയാണുള്ളത്. ഇടതുമുന്നണിയിലെ പാർട്ടിയായ കേരള കോൺഗ്രസ് ബിയുടെ നേതാവ് മന്ത്രി ഗണേഷ് കുമാർ പത്തനാപുരത്ത് ഉറപ്പായ വിജയത്തിലല്ല നിൽക്കുന്നത്. കണ്ണൂർ സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസ് എസ് നേതാവ് കടന്നപ്പള്ളി രാമചന്ദ്രന്റെ സ്ഥിതിയും ഒരു ഉറപ്പുമില്ലാത്ത അവസ്ഥയിലാണ്. ഇടതുമുന്നണിയിലെ മറ്റൊരു പാർട്ടിയായ NCP ഇപ്പോൾ മന്ത്രിയായ AK ശശീന്ദ്രനും പാർട്ടി പ്രസിഡന്റ് തോമസ് K തോമസും മത്സരിക്കുന്നുണ്ട്. ഇവരിൽ ഒരാളുടെ കാര്യം അപകടത്തിലാണ്. UDFിലെ ഒരു പ്രധാന പാർട്ടിയായ RSP നിലവിൽ ഒരു നിയമസഭാ അംഗം പോലും ഇല്ലാത്ത നിലയിലാണുള്ളത്. UDF 5 സീറ്റുകളാണ് ഈ പാർട്ടിക്ക് നൽകിയിട്ടുള്ളത്. ചവറ, കുന്നത്തൂർ, ഇരവിപുരം, ആറ്റിങ്ങൽ, പയ്യന്നൂർ സീറ്റുകളിലാണ് RSP മത്സരിച്ചത്. ചവറയിലെ സ്ഥാനാർത്ഥിയും പാർട്ടി നേതാവുമായ ഷിബു ബേബി ജോൺ ഇവിടെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ തോറ്റതാണ്. ഈ മണ്ഡലങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥികളുടെ ഉറപ്പായ വിജയം ആരും പ്രവചിച്ചിട്ടുമില്ല. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ ഈർക്കിൽ പാർട്ടികൾക്ക് തിരിച്ചടി ഉണ്ടാക്കും എന്നത് ഉറപ്പാണ്. യഥാർത്ഥത്തിൽ 2 മുന്നണികളിലും ചാരി നിന്നുകൊണ്ട് മന്ത്രി പദവി സ്വന്തമാക്കി അഴിമതിക്കുള്ള വഴി കണ്ടെത്തുന്ന ഈർക്കിൽ പാർട്ടികൾക്കും അതിന്റെ നേതാക്കൾക്കും രാഷ്ട്രീയ കേരളത്തിന് ഒരു ശാപം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വോട്ടർമാർ ഇത്തരത്തിലുള്ള ശല്യങ്ങളെ തൂത്തെറിയാൻ ശ്രമിക്കുന്നു എങ്കിൽ അത് രാഷ്ട്രീയ കേരളത്തിന് ഒരു മാതൃകയായി മാറുമെന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. നന്ദി, നമസ്കാരം.